ഒരിക്കലേ ഒരു ചെറിയൊരു ആൺകുട്ടിക്ക് അവനൊരു ആഗ്രഹം. അവന് ദൈവത്തെ കാണണം, ദൈവത്തോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അവൻ ഒരു അവധി ദിവസം ഒരു തീരുമാനമെടുത്തു. അന്ന് അതിരാവിലെ അവന്റെ ചെറിയ ബാഗില് വീട്ടിലുണ്ടാക്കിയ കുറച്ച് അപ്പം കയ്യിൽ കരുതി, കുറച്ച് ആപ്പിൾ അവന്റെ ബാഗിൽ നിറച്ചു. പിന്നെ വലിയൊരു കുപ്പി നിറയെ നാരങ്ങ ജ്യൂസുമായി അവൻ ഇറങ്ങി പുറപ്പെട്ടു. കാരണം ദൈവത്തിന്റെ അടുത്തേക്കുള്ള യാത്രയല്ലേ, കുറച്ചധികം ദൂരമുണ്ട്. പോകുന്ന വഴി തനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് കരുതിയിട്ടാണ് അവൻ തന്റെ ബാഗിൽ ഇതെല്ലാം നിറച്ചത്. ഈ ബാഗും കൊണ്ട് അവൻ അങ്ങനെ ഒത്തിരി ദൂരം അങ്ങനെ നടന്നുപോയി. അങ്ങനെ അവൻ കുറച്ച് ദൂരങ്ങൾ അധികം പിന്നിട്ടപ്പോ അവൻ ഒരു പാർക്കിന്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവൻ ഒത്തിരി ദാഹം തോന്നി. അവൻ തന്റെ ബാഗ് തുറന്ന് അതിൽ നിന്നുള്ള ആ നാരങ്ങ ജ്യൂസ് കുടിക്കാനായി അവൻ കുടിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു കാഴ്ച കണ്ടു. അതാ ഒത്തിരി പ്രായമായ ഒരു സ്ത്രീ. അവൾ ആ പാർക്കിൽ കുറച്ച് പ്രാവുകളൊക്കെ ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നുണ്ട്. അതിനെ നോക്കിയിരിക്കുകയാണ്. അവൻ ആ സ്ത്രീയെ ഒന്ന് നോക്കി. അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അവൾ ഒത്തിരി വിശന്നിട്ടാണ്, ക്ഷീണിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഉടനെ തന്നെ അവൻ തന്റെ കയ്യിലിരുന്ന അപ്പം അവൾക്ക് എടുത്തു കൊടുത്തു. ഇത് കഴിച്ചോളാൻ പറഞ്ഞു. അവൾ അവന്റെ മുഖത്ത് നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആർത്തിയോടെ ആ അപ്പം എടുത്ത് കഴിച്ചു. ആ പുഞ്ചിരി അതവനെ ഒത്തിരി ആകർഷിച്ചു. എത്ര മനോഹരമായ പുഞ്ചിരി! അവന് ഒത്തിരി സന്തോഷമായി. അവന് വീണ്ടും ആ പുഞ്ചിരി കാണണം എന്ന് തോന്നി. അവൻ മറ്റൊരു കാര്യം കൂടി ചെയ്തു. താൻ കുടിച്ച നാരങ്ങ ജ്യൂസിൽ നിന്ന്, നാരങ്ങ വെള്ളത്തിൽ നിന്ന് കുറച്ച് അവൾക്ക് വീണ്ടും പകർന്നു കൊടുത്തു. അവന്റെ മുഖത്ത് നോക്കി അവൾ വീണ്ടും നന്നായി ഒന്ന് പുഞ്ചിരിച്ചു. അവളുടെ ആ പുഞ്ചിരി കണ്ടപ്പോ അവന് വീണ്ടും വല്ലാത്തൊരു ആനന്ദം. അവൻ വീണ്ടും വീണ്ടും ആ പുഞ്ചിരി കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവളോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തു. അവൾക്ക് ഉച്ചഭക്ഷണം വീണ്ടും കൈമാറി. അവന്റെ കയ്യിലിരുന്ന ആപ്പിളുകൾ കൈമാറി. അങ്ങനെ സമയം കുറച്ചധികം കടന്നുപോയി. പക്ഷേ അവരിരുപേരും സംസാരിച്ചില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പരസ്പരം പുഞ്ചിരി തൂക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞു. വൈകുന്നേരമാകാറായി. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. അവൻ ആ സ്ത്രീയോട് യാത്ര പറഞ്ഞ് തിരികെ നടക്കുകയാണ്. 4-5 വെച്ചപ്പോൾ അവൻ വീണ്ടും ആ സ്ത്രീയൊന്ന് നോക്കി. എന്നിട്ട് ഓടിച്ചെന്നു. എന്നിട്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചു. വീണ്ടും അവർ യാത്ര പറഞ്ഞ് അവരുടെ സ്വന്തം വഴികളിലേക്ക് യാത്രയായി. അങ്ങനെ അവൻ തിരികെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ആനന്ദം അവന്റെ അമ്മ കണ്ടു. അമ്മ ചോദിച്ചു വാതിൽ തുറന്ന ഉടനെ തന്നെ, ഹേയ്, നീ ഒത്തിരി സന്തോഷത്തിലാണല്ലോ, എന്തു പറ്റിയടാ, എന്താ നീ ഇത്ര സന്തോഷം നിനക്ക്? അവൻ ഉടനെ പറഞ്ഞു, അമ്മേ, ഇന്ന് എന്റെ ലഞ്ച് ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവത്തോടൊപ്പമാ ഞാൻ ഇന്ന് എന്റെ ലഞ്ച് കഴിച്ചത്. അമ്മ അത്ഭുതം കൊണ്ട് ഇവൻ എന്താ പറയുന്നത് മനസ്സിലായില്ല. അവനോട് ചോദിക്കുന്നതിന് മുൻപേ അവന്റെ കുട്ടിത്തത്തോടുള്ള മറുപടി പുറത്തേക്ക് വന്നു. അതെ, അവൾക്ക് ഒത്തിരി പ്രായമുണ്ട്. പക്ഷേ അവളുടെ പുഞ്ചിരി എത്ര മനോഹരാന്നറിയോ? ദൈവത്തിന്റെ പുഞ്ചിരി കാണാൻ നല്ല ഭംഗിയാ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ അവളോടൊപ്പം സ്പെൻഡ് ചെയ്തു. അമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങൾ പിടുത്തം കിട്ടി. ഇതേപോലെ തന്നെ മറ്റേ സ്ത്രീ ഉണ്ടല്ലോ, അവളും അവളുടെ വീട്ടിലെത്തിയ ഉടനെ തന്നെ ആ സ്ത്രീയുടെ മകൻ ചോദിച്ചു, അമ്മയുടെ മുഖത്ത് വല്ലാത്ത പ്രസന്നതയുണ്ടല്ലോ, വല്ലാത്ത പുഞ്ചിരിയുണ്ട്, സമാധാനമുണ്ട്. അമ്മ ഇന്നത്തെ ദിവസം എവിടെയായിരുന്നു? ഉടനെ ആ അമ്മ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ന് ദൈവത്തോടൊപ്പമാണ് ഉച്ചഭക്ഷണം കഴിച്ചത്. ദൈവം എനിക്ക് അപ്പം നൽകി, ആപ്പിൾ നൽകി, ദൈവം എനിക്ക് ജ്യൂസ് പകർന്നു നൽകി. ഇന്ന് ഞാൻ എന്റെ ദൈവത്തോടൊപ്പമായിരുന്നു. ആ മകൻ ഇതുപോലെ തന്നെ അത്ഭുതമായി. അവൻ എന്തെങ്കിലും ചോദിക്കുന്ന മുൻപേ ആ അമ്മ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല കേട്ടോ, ദൈവം ഒത്തിരി ചെറുപ്പാ. അതെ, നമ്മുടെ മുന്നില് ഇതുപോലെ ഒരുപാട് ദൈവങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്? നമ്മളെ ചെറുപ്പം മുതല് ക്ലാസ്സുകളിലൊക്കെ കാണുന്ന 1-ാം ക്ലാസ് തൊട്ടൊക്കെ ബോർഡില്, ബ്ലാക്ക് ബോർഡിൽ കാണുന്ന ഒരു വരിയാണ് ഗോഡ് ഈസ് ലവ്. ദൈവം എങ്ങനെയാ സ്നേഹമാകുന്നത്? ദൈവം എങ്ങനെ നമ്മുടെ സന്തോഷമായി മാറുന്നത്? മറ്റുള്ളവർക്ക് പകർന്നു നൽകാതെ അവിടെ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയില്ല. ആയതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മ പ്രവർത്തികളിലൂടെ, സഹായങ്ങൾ ചെയ്യുന്നതിലൂടെ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷങ്ങൾ നൽകുന്നതിലൂടെ ആ ദൈവസ്നേഹം നമുക്കും അനുഭവിക്കാൻ കഴിയും. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.